സ്വർണവും ഇരുമ്പും ലോഹമെന്ന ജനുസിൽപ്പെട്ടതാണല്ലോ. എന്നാൽ മൂല്യത്തിൻ്റെ വിഷയത്തിൽ രണ്ടും രണ്ടാണല്ലോ. അല്ലാഹു തആല എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടിപ്പ് നടത്തിയത് അങ്ങനെയാണ്. സുഗന്ധങ്ങളിൽ കസ്തൂരി, സ്ഥലങ്ങളിൽ അർശ്, രത്നങ്ങളിൽ മാണിക്യം, പ്രകാശം പരത്തുന്ന വസ്തുക്കളിൽ സൂര്യൻ, ഗ്രന്ഥങ്ങളിൽ നിന്ന് ഖുർആൻ, മധുരങ്ങളിൽ തേന്, വസ്ത്രങ്ങളിൽ പട്ട്, മരങ്ങളിൽ സൈത്തൂൻ, മാസങ്ങളിൽ റംസാൻ, ദിവസങ്ങളിൽ വെള്ളിയാഴ്ച, രാത്രികളിൽ നിന്ന് ലൈലത്തുൽ ഖദ്ർ എന്നിങ്ങനെ അള്ളാഹു വ്യത്യസ്തമാക്കിയവയെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം. വർഷത്തിലെ ഏറ്റവും പുണ്യരാത്രി ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയാണ്. ഖദ്ർ എന്നാൽ വിധി, തീരുമാനം, മഹത്വം എന്നെല്ലാം അർത്ഥമുണ്ട്. ഇമാം റാസി തഫ്സീറിൽ അബൂബക്കറിൽ വറാഖ് എന്നിവരെ ഉദ്ധരിക്കുന്നുണ്ട്. എന്തെന്ന് ലൈലത്തുൽ ഖദ്ർ എന്ന പേര് വെക്കാനുള്ള കാരണം, മഹത്വമുള്ള ഗ്രന്ഥം സ്ഥാനമുള്ള മലക്ക് മുഖേന മഹത്തായ സമൂഹത്തിൻ്റെ മേൽ ഇറക്കപ്പെട്ട ദിവസമാണ് അത് എന്നതുകൊണ്ടാണ്. വിശുദ്ധ ഖുർആനിൽ 114 അധ്യായങ്ങളുണ്ട്. അവകളിലൊന്നും സൂറത്തു സൗം എന്ന പേരിലോ സൂറത്തു സഖാത്ത് എന്ന പേരിലോ ഒരു പ്രത്യേക അധ്യായം കാണാൻ സാധിക്കില്ല. ഇത്തരം സുപ്രധാന ആരാധനാ കർമ്മങ്ങളെല്ലാം അള്ളാഹു മറ്റു സൂറത്തുകളുടെ കൂടെ പറഞ്ഞതാണ്. എന്നാൽ ലൈലത്തുൽ ഖദ്റിനെ പരാമർശിക്കുന്ന ഒരു അധ്യായം ഇറക്കുകയും ആ അധ്യായത്തിൽ തന്നെ ആവർത്തിച്ച് ലൈലത്തുൽ ഖദ്റിനെ കുറിച്ച് പറയുകയും ചെയ്യുമ്പോൾ അതിൻ്റെ പ്രസക്തി എത്രമാത്രമാണ്. ഒരു ബില്ലിനെ കുറിച്ച് മാത്രം ചർച്ച ചെയ്യാൻ മന്ത്രിസഭാ യോഗവും പാർലമെൻറ്റും കൂടുമ്പോൾ ആ ബില്ല് എത്രമാത്രം കാര്യപ്രസക്തമായിരിക്കും എന്നതുപോലെയാണ് ഖുർആനിലെ ഈ സൂറത്തെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. 27-നും 25-നും ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചോളൂ. ഈ ഹദീസിനെ ആസ്പദമാക്കി പണ്ഡിതന്മാർ പലവിധ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഖാദി ഇയാൾ തങ്ങൾ പറയുന്നു, തർക്കിക്കൽ ഏറ്റവും വെറുക്കപ്പെട്ട കാര്യമാണെന്നും അത് കാരണമായി നമ്മിലേക്ക് ഇറക്കാൻ ഉദ്ദേശിച്ച പല നന്മകളും അള്ളാഹു ഉയർത്തുമെന്നും തർക്കിക്കുന്ന സ്ഥലങ്ങളിൽ പിശാചിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നും